വോട്ടെടുപ്പ് ദിവസം മുതൽ വോട്ടെണ്ണൽ ദിവസം വരെ നീളുന്ന ആ കാത്തിരിപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഏറെ വലുതാണ്. ഇത്തവണ ഒരു മാസത്തെ കാത്തിരിപ്പാണുള്ളത്. നമ്മോടൊപ്പം ചേരുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM A സലാമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടുതലാണല്ലോ അല്ലേ? എങ്ങനെയാണ് ഒരുപാട് വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിയാം. പാർട്ടിയുടെ ആദ്യഘട്ടത്തിൽ വിലയിരുത്തൽ കഴിഞ്ഞു, അതൊക്കെ വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് പൊതുവെയുള്ള സാധ്യതകളെ UDFന്റെ? എനിക്കറിയാലോ, കാത്തിരിപ്പ് ദീർഘിപ്പിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. ചില ഘട്ടങ്ങളിൽ ഇതിലും ദീർഘിച്ച് പോയിട്ടുണ്ട്. ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വിലയിരുത്തലുകൾക്ക് സമയം കിട്ടുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി പൊന്നാനിയിലും മലപ്പുറത്തുമുള്ള തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തി ബൂത്ത് തലത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. നല്ല ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 18-ാം തീയതി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും സ്ഥിതിഗതികൾ പാർട്ടിയുടെ പ്രവർത്തകർ താഴെ തട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജില്ലകളത് വാങ്ങി എല്ലാ ജില്ലകളിലും പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിൽ വിലയിരുത്തും. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് UDF സംവിധാനവും ഇന്ത്യ മുന്നണി സംവിധാനവും എത്തി എന്നത് പൊതുവെ വോട്ടർമാർ മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ മാറ്റങ്ങളുണ്ടായി. ശ്രീ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കുമെതിരായ വലിയ വികാരം ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവരോടൊപ്പം നിന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങളും വോട്ട് ചോർച്ചയും NDAക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ പുറത്തു വന്നു. കേരളത്തിലാകട്ടെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ നാറിയ കഥകളും ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണമാണ് എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു അനുഭവം. അതൊക്കെ ഉണ്ടായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതെല്ലാം കൂടി ഉണ്ടായൊരു സാഹചര്യം കേരളത്തിലെ UDFനും അനുകൂലമായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ പ്രാമുഖ്യവും പ്രസക്തിയും പ്രാഗൽഭ്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFനും മുസ്ലിം ലീഗിനും നല്ല ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ഏതായിരുന്നാലും 4-ാം തീയതി അതിനനുസൃതമായി തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മലപ്പുറത്തിലും പൊന്നാനിയിലും വരുന്നതിനൊക്കെ മുമ്പ് ഏറ്റവും അധികം തവണ ചർച്ചയായത് വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അവിടുത്തെ ഓരോ വിഷയങ്ങളും ശരിക്കും മറ്റു മണ്ഡലങ്ങളെക്കാട്ടിലൊക്കെ ചർച്ചയാവുകയും വലിയ പ്രചാരമാണ് നടത്തിയത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വിവാദങ്ങൾ തുടരുകയാണ്. UDF ഒരു വർഗീയമായിട്ടുള്ള പ്രചരണത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിയാണ് അത്തരത്തിലൊരു പ്രചരണം നടത്തുന്നതെന്ന ആക്ഷേപമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വടകരയിൽ എന്താണ് അത്തരത്തിലൊരു പ്രചരണം നടന്നിട്ടുണ്ട്? എന്താണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ? സത്യത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് വടകരയിൽ LDF സ്വീകരിച്ചത്. ഒരു സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും നോക്കിയിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, വോട്ട് നേടാൻ ശ്രമിക്കുക എന്നത് LDFൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ BJP അനുവർത്തിക്കുന്ന ഒരു നയമാണത്. നമുക്കറിയാലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ വിദ്വേഷ വെറുപ്പും വളർന്നതായി. അത് കേരളത്തിൽ ആവർത്തിക്കുന്നത്, ഏറ്റെടുത്തത് LDF ആണ്. വടകരയിൽ ഇത്രത്തോളം വിദ്വേഷമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് LDF ആണ്. സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടങ്ങളും ജനങ്ങൾക്ക് നൽകിയ ക്ഷേമങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം BJP ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെടുത്ത് ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വളർത്താനുള്ള ശ്രമമാണ് വടകരയിൽ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് വ്യാജ ഫേക്ക് സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ വരെ നടത്തി. അതിനെതിരെ പരാതി കൊടുത്തിട്ട് UDF പരാതി കൊടുത്തിട്ട്
ഇതുവരെ പോലീസിൽ അത് അന്വേഷിക്കുകയോ പ്രതികളെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കൃത്രിമങ്ങളും തെറ്റായ പ്രവണതകളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. നമ്മുടെ സൈബർ വിങ് അതിന് വളരെ പ്രശസ്തമാണ്, അവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അത്തരം പരാതി UDFന്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ട് ഇതുവരെ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല? അപ്പോൾ സ്വാഭാവികമായും ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടി കളിക്കുകയും അതിന് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തൊരവസ്ഥയാണ് വടകരയിൽ കണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വോട്ടെണ്ണൽ 4-ാം തീയതി തീരും. ആരെങ്കിലും ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കേരളമായി നിലനിൽക്കണ്ടേ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഹകരിച്ച് ജീവിക്കണ്ടേ? കേരളത്തിൽ പുകഴ്പെറ്റ സാമുദായിക സൗഹാർദ്ദവും പരസ്പര വിശ്വാസവും നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ. കാഫിർ എന്നുള്ളൊരു പ്രയോഗം അവിടെ പ്രചരണത്തിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. കാഫിർ എന്നൊരു പ്രയോഗം എങ്ങനെ വന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രൊഫൈലിനാണ് വന്നത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടിൽ പരിശോധിക്കാം. അപ്പോഴാണ് ഞങ്ങൾ സൈബർ വിങ്ങിന് പരാതി കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നല്ലേ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്നത്. അതെന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല? അപ്പോൾ വ്യാജ പ്രൊഫൈലും വ്യാജ ഫേക്ക് ഇതുപോലുള്ള സാധനങ്ങളും ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഭരണകൂടം തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ലീഗ് അത്ര പ്രചരണം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും? തീർച്ചയായും അത് മുസ്ലിം ലീഗിന്റെ ഒരു പാരമ്പര്യമല്ല. മുസ്ലിം ലീഗ് വോട്ടിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വർഗീയതയോ ജാതീയതയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. അത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യവും പൈതൃകവും. കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ എവിടെയും അത്തരമൊരു പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് നിന്നതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. മറിച്ച് സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കാനും രഞ്ജിപ്പുണ്ടാക്കാനും സംഘർഷങ്ങൾ ഒഴിവാക്കാനുമാണ് കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളത്. LDF അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന്റെ തനിമ, അതിന്റെ മഹത്വം, ആ ശാന്തി നഷ്ടപ്പെടുത്തരുത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കണം. ഓരോ പാർട്ടികൾക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം വേണം. അതിന് മനുഷ്യനെ പരസ്പരം ശത്രുക്കളാക്കരുത് എന്നതുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വടകരയിൽ പ്രത്യേകിച്ചും. വടകരയിലെ സാധ്യത എത്രമാത്രമാണ്? ഷാഫിക്ക് വലിയ സ്വീകാര്യത തന്നെ നമ്മൾ കണ്ടത്. പുലർച്ചെ 3 മണിക്ക് പോലും 10,000 ഷാഫിയെ കാണാൻ കാത്തു നിൽക്കുന്നു. അത്തരത്തിൽ മുൻപൊന്നും മറ്റൊരു സ്ഥാനാർത്ഥി കിട്ടാത്തൊരു പ്രചാരണം അല്ലെങ്കിൽ സ്വീകാര്യത അവിടെ കിട്ടിയെന്നാണ് പ്രചാരണത്തിന്റെ സമയം നമ്മൾ കണ്ടത്. ആ അവസാന ഘട്ടത്തിലാകുമ്പോൾ ന്യൂനപക്ഷ ഒരു ധ്രുവീകരണം വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വരുന്നുണ്ട്. വടകരയിൽ പ്രത്യേകിച്ച് ലീഗിന് ആധിപത്യമുള്ള മേഖലയിൽ നിന്നൊക്കെ ഒരു ധ്രുവീകരണം അത്തരത്തിൽ UDFന് അനുകൂലമായിട്ടുണ്ടാവുന്നു എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. വടകരയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വടകരയിൽ നല്ല ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കും. ഇവരുടെ ഈ വർഗീയ പ്രചാരണമൊന്നും ജനങ്ങൾക്കിടയിൽ ഏശിയിട്ടില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ഷാഫിക്ക് കിട്ടും. അത് രാഷ്ട്രീയമാണ് വോട്ട്. കേരള സംസ്ഥാന ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകളും ആ ഭരണകൂടത്തിന്റെ പരാജയത്തിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും, പ്രതിഫലിക്കപ്പെടും എന്നത് ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വടകരയിലും മറ്റു മണ്ഡലങ്ങളിലും എന്ന പോലെ വടകരയിലും ഈസി വാക്ക് ഓവർ UDFന് ഉണ്ടാവും എന്ന് പറയുന്നത്. അല്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല. ഈ LDFന്റെ ഭരണത്തിൽ ഗതികെട്ട, ജീവിക്കാൻ നിർവാഹമില്ലാതായിപ്പോയ കേരളീയ സമൂഹം ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ വടകരയിലും പ്രത്യേകിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി എനർജറ്റിക്കാണ്, യുവാവാണ്, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവനാണ്, ആശയസമ്പുഷ്ടനാണ്, ജനങ്ങളുമായി വളരെ ജനകീയമായി ഇടപെടുന്ന ആളാണ്. ആ ഗുണങ്ങളൊക്കെ ഷാഫിക്ക് പ്ലസ് പോയിന്റായി കിട്ടും എന്നുള്ളത് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. മറ്റ് 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തൃശ്ശൂരും തിരുവനന്തപുരമാണ് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. കെ മുരളീധരന്റെ തന്നെ പല ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ ഇടതുപക്ഷം BJPക്ക് വേണ്ടി വോട്ട് മറിച്ചു എന്നുള്ളൊരു അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ അത്ര ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സമാനമായുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. BJPക്ക് ഈ തൃശ്ശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ജയം നേടാൻ കഴിയുമെന്ന് ലീഗ് കരുതുന്നുണ്ടോ? ജയം നേടാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്.
പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് ദിവസം മുമ്പാണ് EP ജയരാജൻ്റെ പ്രകാശ് ജാവേദ്കറുമായുള്ള ചർച്ചകളും കൂടിച്ചേരലുകളും നീക്കുപോക്കുകളെക്കുറിച്ചുള്ള സംസ്ഥാനമൊക്കെ പുറത്തു വന്നത്. പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന BJPയുടെ മുതിർന്ന നേതാവിനെ കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളും LDFന്റെ കൺവീനറുമായ ശ്രീ EP ജയരാജൻ സന്ദർശിച്ച് ചർച്ച നടത്തുകയാണ് നിരവധി തവണ. എന്തിനാണ് LDF കൺവീനറും BJP നേതാവും തമ്മിലുള്ള ചർച്ച നടന്നത്? അതൊന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത LDFനില്ലേ? അല്ല, അത് പാർട്ടി ക്ലിയർ ചെയ്തു. അദ്ദേഹം വന്ന് കയറി ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചു വിട്ടു എന്നാണ് കൺവീനർ തന്നെ പറയുന്നത്. അതെ, അദ്ദേഹം പ്രകാശ് ജാവേദ്കറിനെ പോലുള്ള കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിത്വം ഒരു വിവരവും കൊടുക്കാതെ ആരാന്റെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്ന ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ, ഒന്നിലധികം തവണ ഇത് സംഭവിച്ചല്ലോ. അങ്ങനെ ഒരു തവണ ആട്ടിപ്പറഞ്ഞയച്ചിട്ട് വീണ്ടും നാണമില്ലാതെ കയറി വരുന്ന ഒരാളാണോ പ്രകാശ് ജാവദേക്കർ എന്ന് എനിക്കറിഞ്ഞൂടാ. BJP നേതാക്കന്മാരൊക്കെ ഈ സ്വഭാവമുള്ള ആളുകളാണോ? ഇത് ചർച്ച നടന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. അപ്പോൾ അതിൽ ചർച്ച ചിലർ പറയുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കി രക്ഷിച്ചു കൊടുക്കാനുള്ള ചർച്ച. അതിനു പകരമായി BJPയെ ജയിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യാമെന്നുള്ള ചർച്ച. CPMന്റെ ചില മണ്ഡലങ്ങളിൽ, തോക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കൈമാറി BJPയുടെ പ്രസ്റ്റീജ് സീറ്റുകളായ തിരുവനന്തപുരത്തും തൃശ്ശൂരും പകരം വോട്ട് കൈമാറാനുള്ള ചർച്ചകൾ. സ്വാഭാവികമായും തിരുവനന്തപുരത്തും തൃശ്ശൂരും മത്സരിക്കുന്ന CPM അല്ല, CPI ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വോട്ട് മറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം ചർച്ചകൾ നടന്നിരുന്നു, വോട്ട് മറിച്ചിരുന്നു എന്ന് അതിന് മധ്യസ്ഥനായി നിന്ന ആളുകൾ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിക്കൂടായികൊന്നുമില്ല. സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ CPMന് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബംഗാളിലും ത്രിപുരയിലും പോലും പ്രചരണം നടത്താതെ നാടുവിടുമായിരുന്നു, മുങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെങ്കിലും പോയി വോട്ട് ചോദിക്കാനും അണിനിരത്താനും കഴിയേണ്ട പാർട്ടിക്ക് അതിനുപോലും തയ്യാറാകാതെ അദ്ദേഹം നാടുവിട്ടു. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവ് ചെയ്യുന്ന ഒരു കാര്യമാണോ ചെയ്യുന്നത്? പാർട്ടിയുടെ അനുവാദത്തോടെയുള്ള സ്വകാര്യ യാത്രയാണെന്നാണ്. അതെ, പാർട്ടി അനുവദിക്കാമോ? ഇദ്ദേഹം BJPക്കെതിരായി പശ്ചിമബംഗാളിലും ത്രിപുരയിലും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന CPMന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ BJPയെ പിണക്കാൻ പാടില്ല. ഫയലുകളൊക്കെ NIAയുടെ കയ്യിലുണ്ട്, EDയുടെ കയ്യിലുണ്ട്, കസ്റ്റംസിന്റെ കയ്യിലുണ്ട്, മറ്റെല്ലാ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ, SFIO അടക്കമുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ ഫയലുകളുണ്ട്. അത് ഭയപ്പെട്ട് മോദിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ നാടുവിട്ടു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിഹ്ന നേതാവ്, ഒരു ചെറിയ നേതാവ് പോലും ചെയ്യുന്ന പണിയാണോ ഇത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? പ്രത്യേകിച്ച് ഇപ്പോൾ സ്വന്തം ചിഹ്നം നിലനിർത്താൻ വേണ്ടി കൈകാലിട്ടടിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രകാശ് കാരാട്ട് ത്രിപുരയിൽ പോയി പ്രസംഗിച്ചത് ഇന്നലത്തെ ഹിന്ദു പത്രം വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ കൊണ്ടുവരാതെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരാതെ, കോൺഗ്രസ് വളർന്നു വരാതെ ഇന്ത്യ രാജ്യത്തിന് രക്ഷയില്ല എന്നാണ് ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം ത്രിപുരയിലും ബംഗാളിലൊക്കെ ഒന്ന് പോയി പ്രസംഗിക്കണം. അതിന് തയ്യാറാകാതെ BJPയെ പിണക്കാൻ, നരേന്ദ്രമോദിയെ പിണക്കാൻ തയ്യാറാകാതെ മുങ്ങിയത് കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമായതുകൊണ്ട് അത് വോട്ടായി മാറില്ല.
പക്ഷെ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ ചെയ്ത പോലെ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലും പിണറായി വിജയന്റെ ഈ നിലപാടിനെതിരെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി പകരം ചുമതല ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഒരു ഭരണസ്തംഭനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതായത് പിണറായിയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാൾക്കും വിശ്വാസമില്ല, അദ്ദേഹത്തിന് തിരിച്ചും വിശ്വാസമില്ല. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകാംഗ കളിയാണ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും. പിന്നെ സെക്രട്ടറി അതുപോലുള്ള കണ്ണീർ പോലുള്ള ആളുകൾ ന്യായീകരണ തൊഴിലാളികളാണല്ലോ, അവർക്ക് ന്യായീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കിടയിൽ ഇപ്പോൾ ഉള്ള ഒരു വലിയ സംഘർഷമുണ്ട്. ഈ ഏകാംഗ, ഈ കുടുംബാധിപത്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല. മാർക്സിസം ഒരു മതമായി സ്വീകരിച്ച് അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത് സർവവും നശിപ്പിച്ച മുൻ തലമുറയുടെ പിൻതലമുറക്കാർ കേരളത്തിൽ ധാരാളമുണ്ട്. അവർ വേദനിക്കുകയാണ്, അവർ മനസ്സുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം. ആ ജനങ്ങൾ ഞങ്ങളെ കൂടെയുണ്ട്. UDF ആണ് ശരി എന്ന് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 സീറ്റ് പ്രതീക്ഷിക്കാമോ? 20 പ്രതീക്ഷിക്കണമല്ലോ. ഇത്തരം നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ട് 20 കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കിട്ടും. മലപ്പുറത്തേക്കും പൊന്നാനിയിലേക്കും വരികയാണെങ്കിൽ എങ്ങനെയാണ്? ഭൂരിപക്ഷത്തിനോടാണ് മത്സരം എന്നാണ് ലീഗ് നേതാക്കൾ പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നത്. എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ മലപ്പുറത്തും പൊന്നാനിയിലും? എന്താ സംശയം? അതുതന്നെയാണ്, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ബൂത്ത് തലങ്ങളിൽ നിന്ന്, താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന കണക്ക് പ്രകാരം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രാഷ്ട്രീയമായ കാലാവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് പൂർണ്ണമായും സ്വീകാര്യരാണ്. എല്ലാ മേഖലയിലും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭരണത്തിലെ കെടുകാര്യസ്ഥത, അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, വാഗ്ദാനങ്ങൾ പാലിക്കാത്തത്, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഘടകമാണ്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൽ ഒരു വലിയ വർധനവുണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടതുപക്ഷം ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച് മത്സരിച്ചത് പൊന്നാനിയിലാണ്. ഒരു മുൻ ലീഗ് നേതാവിനെ തന്നെ അവിടെ മത്സരത്തിൽ KS ഹംസയെ. അദ്ദേഹമാണെങ്കിൽ ലീഗിനെതിരെ കടന്നാക്രമണം നടത്തിയുള്ള പ്രചാരണമായിരുന്നു. പ്രത്യേകിച്ച് ഹൈദരലി തങ്ങളുടെ മരണത്തെയെല്ലാം തന്നെ അദ്ദേഹം വലിയ വിമർശനത്തോടെയാണ് പ്രചരണത്തിൽ നടത്തിയത്. പക്ഷേ ലീഗ് നേതാക്കൾ ആരും ആ ഘട്ടത്തിൽ ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. എന്താണ് ഈ KS ഹംസയുടെ അത്തരത്തിലുള്ള പ്രചാരണത്തോട് ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കാനുള്ളൊരു തീരുമാനമുണ്ടോ ലീഗിന്? അല്ല, അദ്ദേഹം ഞങ്ങളുടെ പ്രതികരണത്തിന് അർഹനല്ല. അത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നഷ്ടപ്പെടുത്താനില്ല മുസ്ലിം ലീഗിന്റെ വിലപ്പെട്ട സമയം. ഞങ്ങൾക്കറിയാം, ആ ഇടതുമുന്നണി കാലാകാലങ്ങളിൽ പൊന്നാനിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ്. നേരത്തെ അബ്ദുറഹ്മാനെ കൊണ്ടുവന്നു, അതിനുശേഷം ഹുസൈൻ രണ്ടത്താണിനെ കൊണ്ടുവന്നു, പിന്നെ അൻവറിനെ കൊണ്ടുവന്നു, ഇപ്പം ഹംസനെ കൊണ്ടുവന്നു. ഇവരൊക്കെ ഇടതുപക്ഷമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇടതുപക്ഷം എന്ന് ഇവരെ പറയാൻ പറ്റുമോ? CPM എന്നിവരെ പറയാൻ പറ്റുമോ? ഇവരെയൊക്കെ കൊണ്ടുവന്ന് കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിനാ? ആശയപരമായി ഇടതുപക്ഷത്തിന് മുസ്ലിം ലീഗിനോട് UDFനോട് മത്സരിക്കാൻ പൊന്നാനിയിൽ കഴിയില്ല എന്നുള്ളതല്ലേ ഓരോ തെരഞ്ഞെടുപ്പിലും പണപ്പെട്ടിയുമായി വരുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവരുടെ ബലഹീനതയാണ്, ആശയ ചോർച്ചയാണ്. ഒരു ഇടതുപക്ഷ സിദ്ധാന്തമെങ്കിലും കയ്യിൽ പിടിക്കണ്ടേ, മുറുകെ പിടിക്കണ്ടേ? അത്തരം കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ പരാജയം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. തങ്ങളുടെ മരണത്തെയൊക്കെ വിവാദമാക്കിയിട്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ലീഗുകാർ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കില്ലേ? അതൊരു അത്തരത്തിലൊരു ചിന്ത ലീഗുകാർക്കിടയിൽ ഉണ്ടാവില്ലേ? പക്ഷേ തീർച്ചയായും ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണം പോലും അനാവശ്യമായി ചർച്ചക്കെടുത്തിട്ടതിൽ ലീഗ് പ്രവർത്തകർ മുഴുവൻ വലിയ രോഷത്തിലാണ്. ആ രോഷവും അസംതൃപ്തിയും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് പൊന്നാനിയിലും മലപ്പുറത്തും സമസ്തയുടെ വോട്ടുകൾ ലീഗിന് അനുകൂലമാകില്ല എന്നൊരു പ്രചാരണമാണ് ഇടതുപക്ഷം കാര്യമായിട്ട് നടത്തുന്നത്. കുറേ മേഖലയിൽ നിന്ന് അത്തരത്തിലുള്ള പ്രചരണവും നടന്നിരുന്നു. എന്താണ് അങ്ങ് കരുതുന്നത്? നിങ്ങൾക്കറിയാലോ, ഹുസൈൻ രണ്ടത്താണി മത്സരിച്ചപ്പോൾ വേറൊരു മുസ്ലിം മതസംഘടനയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. 25,000 വോട്ടിന് അതിനു മുമ്പ് ജയിച്ച ആ മണ്ഡലം അക്കാലത്ത് ഞങ്ങൾ 1,00,000 വോട്ടിന് ജയിച്ചു. ഇത് കാലാകാലങ്ങളിൽ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. സമസ്തയിൽ നിന്ന് സമസ്ത സംഘടനയിൽപ്പെട്ട ആളുകളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗിന് ലഭിച്ചിരുന്ന 100% വോട്ടും ഇത്തവണ കിട്ടും. അതിലൊന്നും യാതൊരു സംശയമില്ല.
ഒരു കാലത്തും കിട്ടാത്ത വോട്ടുകൾ ആരുടേതാണെങ്കിലും കിട്ടുകയുമില്ല. പക്ഷേ ഇടതുപക്ഷത്തോടെ ഈ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിരോധമുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് വോട്ടും ചെയ്യും. എനിക്ക് സമസ്തയുടെ വലിയ പ്രശ്നമുണ്ട് ഇപ്പോഴും ഇങ്ങനെ ചർച്ച ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്നുള്ള പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അതിന് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ലല്ലോ. ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ നമുക്ക് ഈ +1 SLC ഫലം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു +1 സീറ്റുകൾ ബാച്ചുകളുടെ വർധനവ്. ഇത്തവണ 10%, 10,550 സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരോട് ഉത്തരവിറക്കി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വർധനവ് പര്യാപ്തമാണോ മലപ്പുറത്തിനെ സംബന്ധിച്ച്? എന്താണ് മലപ്പുറത്തല്ല മലബാറിനെ സംബന്ധിച്ച് എന്താണ് ഈ +1 സീറ്റ് വിഷയത്തിൽ ലീഗിന്റെ ഇനിയുള്ള നിലപാടും? ഇത് ഈ ജൂൺ മാസം ആകുമ്പോൾ, മെയ് ജൂൺ മാസം ആകുമ്പോൾ മലബാറിലെ രക്ഷിതാക്കളുടെ മനസ്സ് ആകെ വിങ്ങിപ്പൊട്ടുകയാണ്. ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് ആ കുടുംബങ്ങൾ മുഴുവൻ ഉള്ളത്. മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും ഇഷ്ടമുള്ള ബാച്ചോ ഇഷ്ടമുള്ള സ്ഥാപനമോ കിട്ടാതെ പോവുകയാണ്. ഇത് വർഷങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിന് പരിഹാരമായി UDF ഭരിച്ചപ്പോൾ ഞങ്ങൾ നിരവധി അഡീഷണൽ ബാച്ചുകൾ കൊടുത്തു, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. പിന്നീട് വന്ന വർഷങ്ങളിലും കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. അപ്പം അതിന് ശാശ്വതമായ പരിഹാരം കാണണ്ടേ? ഓരോ വർഷവും ഇത് കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ, SLC റിസൾട്ട് വന്നാൽ, ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നാൽ അപ്പോഴാണ് സമരമൊക്കെ തുടങ്ങി ഇതിൻ്റെ പിറകെ ഓടാണ്. എന്നിട്ട് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അപ്പോഴേക്ക് കുറേ കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ രക്ഷപ്പെടുകയാണ്, നഷ്ടപ്പെടരുത് എന്ന് പേടിച്ചിട്ട്. ഈ ഒരു സാഹചര്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണ്ടേ? ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചാൽ നിൽക്കൂലല്ലോ. അപ്പം അതുകൊണ്ട് ക്ലാസ് റൂം 50 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ അഡീഷണൽ ബാച്ച് കൊടുക്കുകയാണ്, അഡീഷണൽ സീറ്റ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 15 സീറ്റ് വർദ്ധിപ്പിക്കും. ഈ 15 സീറ്റ് വരുമ്പോൾ ഒരു ക്ലാസ്സിൽ 65 കുട്ടികളായി. വിദ്യാഭ്യാസ നയത്തിനെതിരാണ് ഇത്. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് പോലും ഇത് എതിരാണ്. 50 കുട്ടികളിൽ കൂടുതൽ ക്ലാസ്സിൽ പാടില്ല എന്ന് വ്യക്തമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളിലും പറയുന്നുണ്ട്. എന്നിട്ട് 65 കുട്ടികളെ കുത്തി നിറച്ച് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാതെ, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ഗ്രഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ്? മുഴുവൻ A+ കിട്ടിയ കുട്ടികളാണ് ഈ വിഷമിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ കഴിവുള്ള ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളാണ് ഈ വിഷമിക്കുന്നത്. ഇത് മലബാറിലെ സ്ഥിതിയാണ്. അതിന് പരിഹാരം കാണാൻ ശാസ്ത്രീയമായി, വ്യവസ്ഥാപിതമായി, സ്ഥിരമായ ഒരു പരിഹാരം കാണണ്ടേ? അതിന് പഠിക്കണ്ടേ? നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ, ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ചില ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് പല ക്ലാസ്സുകളിലും. അപ്പോൾ അത്തരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ്സുകൾ, ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റുമെന്ന് എല്ലാ വർഷവും പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും മാറ്റിയിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു മനോധൈര്യം ഭരണകൂടത്തിൽ ഉണ്ടാകണ്ടേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാകണ്ടേ? അതുണ്ടാകുന്നില്ല. അപ്പോൾ ഈ മലബാറിലെ ഈ വിദ്യാഭ്യാസ അനിശ്ചിതാവസ്ഥയ്ക്ക് ഉത്തരവാദി LDF ഗവൺമെൻറ്റാണ്. അത് UDF വന്നാലേ പരിഹാരമാകുകയുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നടത്തിക്കൊള്ളു. മലബാറിനോട് മലപ്പുറത്തോടും ഇക്കാര്യത്തിൽ അവഗണന, ചിറ്റമ നയം ഉണ്ടെന്ന് കരുതുന്നു സർക്കാരിന്? അല്ല, മലബാറിന് അർഹമായത് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് കാലക്കാലം. എന്തെങ്കിലും മലബാറിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആക്ഷേപം വരും, അതിനെതിരെ സമരം വരും. അതിനെതിരെ പണ്ടുകാലത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? ഒരു ബജറ്റ് അവതരിപ്പിച്ചാൽ, UDFന്റെ കാലത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പറയാഎന്താ? ഇത് പാലാ പാണക്കാട് ബജറ്റാണ്. കുഞ്ഞുമാണിയും കുഞ്ഞാപ്പയും കൂടിയാണ് ഭരിക്കുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെ അന്ന് ഇടതുപക്ഷമാണ് പുറത്തു കൊണ്ടുവന്നത്. പിന്നീടാണ് BJP ഏറ്റെടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം LDF കാലാകാലങ്ങളിൽ ഈ മലബാറിനെതിരെ, മലപ്പുറത്തിനെതിരെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മലപ്പുറം ആയതുകൊണ്ടല്ല ഞങ്ങൾ പറയും. മലപ്പുറത്ത് MLA-മാരില്ലേ ഇടതുപക്ഷത്തിനെ ജയിപ്പിച്ച മണ്ഡലങ്ങൾ ഇവിടെ ഇല്ലേ? അപ്പം അവർ ഇതിനെ പ്രാദേശികമായി നോക്കണം. ജനങ്ങൾ എത്ര വിദ്യാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്, ആ വിദ്യാർത്ഥികൾ അനുസൃതമായ സീറ്റുകൾ ഇവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണം? അത് സ്ഥിരമായ ഒരു ഏർപ്പാട് എല്ലാ വർഷവും മെയ് മാസത്തിൽ കെട്ടിപ്പറ്റി ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്? ഈ
അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് അത് ഉണ്ടാക്കിക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നടത്തും. എന്താണ് ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനം ഇനി? അല്ല, ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്താ ചെയ്യേണ്ടത്. ഞങ്ങൾ വിദ്യാഭ്യാസ MSF നാളെ യോഗം ചേരുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി 18-ാം തീയതി യോഗം ചേരുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഞങ്ങളത് അതിനനുസൃതമായ കാര്യങ്ങൾ ആലോചിക്കും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് മലപ്പുറത്തിനോട് മാത്രമല്ല, എവിടെയൊക്കെ സീറ്റുകൾ കേരളത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ പാസ്സായ കുട്ടികൾക്ക് മുഴുവൻ പഠിക്കാനുള്ള അവസരം ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കണം. അത് മലപ്പുറത്ത് വേണമെന്നോ കോഴിക്കോട്ട് വേണമെന്നോ കോട്ടയത്ത് വേണമെന്നോ ഞങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ജില്ലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജില്ലക്ക് അതിനനുസൃതമായ സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്താണെങ്കിലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ജൂൺ 4 വോട്ടെണ്ണൽ കഴിഞ്ഞാൽ അതിന്റെ ഫലം പ്രഖ്യാപനം വരുന്നു. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയിലാണ് UDF. അതിനൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? തീർച്ചയായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൽകുന്ന പിൻബലം, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ന്യായമായ നീതിയുടെ പക്ഷത്ത് നിന്ന് പോരാടണം എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മ മുസ്ലിം ലീഗിനും UDF-നും ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഇത്രയും പ്രതികരിച്ചു. താങ്ക് യു വെരി മച്ച്.